തൃശൂരിലെ ബിജെപിയുടെ വിജയം ജനങ്ങൾ എൽഡിഎഫിനും യുഡിഎഫിനും നൽകിയ താക്കീതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളെ ഭയക്കണമെന്ന താക്കീതിന്റെ മെമ്മോയാണത്. എൽഡിഎഫിന്റെ 10 വർഷത്തെ കിരാത ഭരണത്തിൽ തൃപ്തനാണോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരള സെല്ലിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇതിലൊന്നും വിശ്വസിക്കുന്നയാളല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രയോ യുഗങ്ങളായിട്ട് ഈ പറയുന്ന ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾക്കുമെതിരെ നിൽക്കുന്നു അല്ലെ? ഒരു ഹാർഷ് ഇൻകംബൻസി was impending on all the 20 Lok Sabha constituencies of my state. An incumbency, a fresh incumbent for the betterment of the upkeeping of the life of the people. Did the so-called Rashtriya Prabuddhata stand up to address and contain the situation? എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കൺസൈസ് ആയിട്ട് ആ വിഷയം അവതരിപ്പിച്ചു. ഇത്രയും പറഞ്ഞാൽ മതി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2026 71 സീറ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വരണം.